റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയം നമ്മുടെ കർമാസ്, അതായത് ഹീലിംഗ് ടൈമില് ഒരാളുടെ കർമ്മ എങ്ങനെയാണ് ആ ഹീലർക്ക് മനസ്സിലാവുന്നത്. അതുമല്ലെങ്കിൽ ഗതജന്മമായിട്ട് പൂർവ്വജന്മവുമായിട്ട് കൂടെ കൊണ്ടുവന്ന കർമാസിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ ജന്മത്തിൽ എങ്ങനെ, ഈ പ്രസന്റ് ടൈമിൽ എങ്ങനെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹീലിംഗിന് ശേഷം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പല ഹീലിംഗും ഓരോ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തരുന്നത്. എനിക്കെന്നല്ല, ഏതൊരു ഹീലർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കർമാസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പൂർവ്വജന്മവുമായിട്ട് കൊണ്ടുവന്ന കർമാസ് സ്ട്രോങ് ആണെങ്കിൽ അത് ആ ഹീലർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റാരോടെങ്കിലും ഒക്കെയുള്ള ദേഷ്യങ്ങള്, ഇതൊക്കെ ഒരു ഹീലർക്ക് മനസ്സിലാകും. ഹീലിംഗ് തുടങ്ങി ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ അത് മനസ്സിലാകും. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് എല്ലാ ഹീലർമാരും 5-6 ഹീലിംഗിൽ കൂടുതലൊന്നും എടുക്കാറില്ല. കൂടി വന്ന 5 ഹീലിംഗ് വരെയൊക്കെ കൊണ്ടുവന്നവർ നിർത്തും. കാരണം എന്താണ്, ഒരു ഹീലർ ഈ മുന്നിലിരിക്കുന്ന ക്ലയന്റിന്റെ അവരുടെ കർമാസിനെ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ബോഡി പെയിൻ അനുഭവപ്പെടാം, ക്ഷീണം അനുഭവപ്പെടാം, വല്ലാത്ത ദാഹം അനുഭവപ്പെടാം, പല പല പ്രശ്നങ്ങളും ഹീലർക്ക് നേരിടേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. പിന്നെ ഹീലർ അതിനുശേഷം ബോഡിയെ റീചാർജ് ചെയ്യുന്ന രീതിയിൽ മെഡിറ്റേഷനിലോട്ട് പോവുകയും അങ്ങനെ പല പല കാര്യങ്ങളിലോട്ട് പോകും. ഞാൻ ഹീലിംഗ് ടൈമിൽ തന്നെ മെഡിറ്റേഷനിലോട്ട് പോയിക്കൊണ്ടാണ് പല സിറ്റുവേഷൻസിലും ഹീലിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കാറുള്ളത്. കാരണം ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് ആ ഹീലർ വളരെ ആസ്വദിച്ച് അവരുടെ പൂർവ്വജന്മവുമായിട്ട് കൊണ്ടുവന്ന കഴിവുകളെ കോർത്തിണക്കി വളരെ പരമാനന്ദത്തോടു കൂടി ചെയ്യുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ച് ഓരോ ഹീലിംഗും എനിക്ക് വളരെ പരമാനന്ദമാണ് തരുന്നത്. കാരണം ഇതിന്റെ പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ഈ ജന്മത്തെ കർമ്മമല്ല എന്നെ ഹീലിംഗിൽ സഹായിക്കുന്നത്, പൂർവ്വജന്മത്തിന്റെ കർമ്മമാണ് എന്ന് മനസ്സിലായ സമയത്ത് ഭയങ്കര സന്തോഷം തോന്നുകയും അതുകൊണ്ട് പല ജോലികൾ ചെയ്തിട്ടും അതിലൊന്നും ഒരു ആത്മസംതൃപ്തി കിട്ടാതെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ആനന്ദം അനുഭവിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 5 ഹീലിംഗിൽ കൂടുതൽ എടുക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഹീലിംഗിന്റെ ടൈം തന്നെ ഏകദേശം 1.25 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോ നമ്മൾ പൂർവ്വജന്മവുമായിട്ട് കൂടെ കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ എങ്ങനെയാണ് ഹീലിംഗിലേക്ക് വരിക, അല്ലെങ്കിൽ ഹീലിംഗ് സമയത്ത് ഒരു ഹീലർക്ക് അത് എങ്ങനെ മനസ്സിലാകും? ആ ഹീലർക്ക് ആ ഹീലിംഗ് ടൈമിൽ കൈകളിലൂടെ ആ ഹീലറുടെ കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, തേർഡ് ഐ ചക്രയിലൂടെ ഒക്കെ ഇതൊക്കെ കണക്ട് ആകും. എന്താണ് തന്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, അവരുടെ ബോഡിയിൽ ഇപ്പൊ ഏതൊക്കെ പാർട്ടിലാണ് വേദന, ഇതെല്ലാം ഒരു ഹീലർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഹീലിംഗിന് ശേഷം പലപ്പോഴും ഞാൻ എന്റെ ക്ലയന്റിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. ഇതുവരെയുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കരുത് നിങ്ങൾ ഹീലിംഗിന് ശേഷം പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ടത്. ഒരു പുതിയൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. പ്രസന്റ് ടൈമിൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ കപ്പാസിറ്റി നേടിക്കൊണ്ട് വേണം നിങ്ങൾ പോകാനെന്ന് ഞാൻ എൻ്റെ ഹീലിംഗിന് ശേഷം എൻ്റെ ക്ലയന്റിനോട് പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്. കാരണം എന്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ആ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അവരുടെ മൈൻഡ് മാറും, അവരുടെ ടോട്ടലിയുള്ള ലൈഫ് മാറും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഹീലിംഗിന്റെ ഭാഗമായിട്ട് അവരെ എന്റെ അടുത്തേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന യൂണിവേഴ്സിനാണ് ആദ്യം ഞാൻ ഒരു നന്ദി പറയുക. കാരണം യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ഇന്ന ഹീലറുടെ അടുത്തേക്ക് പോകണം, ഇന്ന ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള യൂണിവേഴ്സ് ആണ് തീരുമാനിച്ച് അവരെ എന്റെ അടുത്തേക്ക് കൊണ്ടുതരുന്നത്, അല്ലെ? അപ്പൊ ആ ക്ലയന്റിനോടും അവരുടെ സോളിനോടും അതുപോലെ തന്നെ യൂണിവേഴ്സിനോടും ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും എന്ന് വേണ്ട എല്ലാവരോടും അനുവാദം ചോദിച്ചതിന് ശേഷം, ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരോടും അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹീലർ പോകുന്നത് വേറൊരു ലോകത്തോട്ടാണ്. അത് ഒരു ഹീലറുടെ എക്സ്പീരിയൻസ് ആണ്. സോ അതുകൊണ്ട് ഹീലിംഗ് ടൈം നിങ്ങൾ മാക്സിമം ടോട്ടൽ ഫ്രീ ആയിട്ട് അതിനെ കാണുക. ഹീലിംഗിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത് പുതിയ കാര്യങ്ങളായിരിക്കും, പുതിയ അത്ഭുതങ്ങളാണ്. കാരണം ഡയറക്റ്റ് ഹീലിംഗ് ആണ്. ഇത്രയും നാളും കുറച്ചധികം നാളുകൾക്ക് മുന്നേ വരെ ഞാൻ ഡയറക്റ്റ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. ഇപ്പൊ ഡയറക്റ്റ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡയറക്റ്റ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ആൾക്കാരുടെ
ഡയറക്റ്റ് ഹീലിംഗ് ഞാൻ എടുത്തിരുന്നില്ല. കാരണം എൻ്റെ വീടിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒരു ഡയറക്റ്റ് ഹീലിംഗിന് പറ്റിയതായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തു തുടങ്ങിയ സമയത്ത്, കാരണം ഇതുവരെ ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് ഹീലിംഗ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ടൈമിൽ എനിക്ക് അവരെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഓൾറെഡി എനിക്കറിയാം, അവരെ കുറിച്ച് എനിക്കറിയാം, അവരുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ അറിയാം, അവരുടെ ക്യാരക്ടർ അറിയാം, ഓൾറെഡി എനിക്ക് അവരെ കുറിച്ച് എല്ലാം അറിയാം. ബട്ട് പുതിയൊരു വ്യക്തിയുടെ ഹീലിംഗ് എടുക്കുന്ന ടൈമിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് പുതിയ ആൾക്കാർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരാരും പുതിയ ആൾക്കാരല്ല. കാരണം ഇവര് പൂർവ്വജന്മവുമായിട്ട് എന്റെ കൂടെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ നിന്നവരാണ്. അതുകൊണ്ടാണ് ഇവരുടെ സോളിനോട് ഇത്രയധികം ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് വന്ന സമയത്ത് ഇത്രയും നാളും എടുത്ത ഹീലിംഗിന്റെ ഒരു അനുഭവമല്ല ഇപ്പോ. ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മനുഷ്യരും, ഞാനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഓരോ മനുഷ്യരും എപ്പോഴെങ്കിലുമൊക്കെ എന്നോട് പൂർവ്വജന്മങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് വന്ന സമയത്ത് എനിക്ക് ആ യൂണിവേഴ്സിനോട് തോന്നുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്നേഹമോ ഒരു അടുപ്പവും അല്ല, അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഒരു വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. കാരണം അത്രത്തോളം ആ ഹീലിംഗിന് ശേഷം അവർ പോയി കഴിയുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു തൃപ്തി, ആ ഒരു സ്നേഹം, യൂണിവേഴ്സിനോട് എനിക്ക് തോന്നുന്ന അഗാധമായ ഒരു സ്നേഹം, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്റെ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന മൈൻഡ് സെറ്റ് ആയിരിക്കരുത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകരുത്. പുതിയൊരു വ്യക്തിയായിട്ട്, പുതിയൊരു മനസ്സോടുകൂടി മെഡിറ്റേഷൻ ഫോളോ ചെയ്ത് സ്വന്തം ഊർജത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആരോടും ദേഷ്യമോ പകയോ വെറുപ്പോ ഒന്നും കാണിക്കാതെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യം, ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിന്റെ ഹാപ്പിനെസ് നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. അതായത് ടോട്ടലി നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ ഇതുവരെ എല്ലാവരും അത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒരു ഹീലറെ സംബന്ധിച്ച് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഹീലിംഗ് പഠിക്കുന്ന എല്ലാവരും ഹീലർമാരാകുന്നില്ല. ഹീലർ പഠിക്കാത്തവർ ചിലർ പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഹീലർമാരായിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ എന്റെ ജീവിതത്തിൽ പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആയി, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയി, അതുപോലെ തന്നെ ഈശ്വരൻ ഉള്ളിലെ ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആത്യന്തികമായിട്ട് പരമമായ ഒരു ആനന്ദം തരുന്നതോടൊപ്പം തന്നെ ഉള്ളിലുള്ള ചൈതന്യത്തെ, ഉള്ളിലുള്ള ഊർജത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മൊമെന്റ്. ഞാൻ ഇത്രയും താമസിച്ചു പോയി ഇതിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരാൻ എന്നുള്ളൊരു തോന്നല് എന്റെ ഉള്ളിൽ തോന്നി തുടങ്ങി. മെഡിറ്റേഷന്റെ പരമമായ ആനന്ദം എന്താണെന്ന് മനസ്സിലാക്കിയ കാലത്ത്, ഹീലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിച്ചില്ല എന്നൊരു വിഷമം മാത്രമേ മനസ്സിലുള്ളൂ. കാരണം ഇതുവരെ ഈ നിമിഷം വരെ ആ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി മെഡിറ്റേഷൻ തരുന്ന പരമമായ ഒരു ആനന്ദത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഈ നിമിഷത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. എന്താഗ്രഹങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. കാരണം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ നമ്മുടെ മനസ്സുമായിട്ട് സംസാരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ദിവസത്തെ എന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഞാൻ എന്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, നമ്മുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലാക്കാൻ നിങ്ങൾ മെഡിറ്റേഷനിലോട്ട് പോവുകയും നിങ്ങളുടെ മനസ്സുമായി സംസാരിക്കുകയും നിങ്ങളുടെ മനസ്സിനോട് പറയണം, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. സോളിനോട് സംസാരിക്കണം, എന്റെ ഈ ആഗ്രഹം സോൾ പർപ്പസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വണ്ടർഫുൾ മൊമെന്റ് ആണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. സോ എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മാനിഫെസ്റ്റേഷനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക, നിങ്ങളുടെ ആഗ്രഹം സോളിന്റെ പർപ്പസ് ആണെന്ന് സോളിനോട് സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ തിയറി, ഓരോ തിയറികളും ലോ ഓഫ് അട്രാക്ഷന്റെ സത്യമുള്ളതാണ്. അതിനകത്ത് കള്ളവെന്ന് പറയാൻ ഒന്നുമില്ല. ചിലർക്ക് അത് എളുപ്പത്തിൽ സാധിക്കും, ചിലർക്ക് അത് പതുക്കെ സാധിക്കും. പതുക്കെ സാധിക്കുന്നവർ എപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിനോട് സംസാരിച്ചുകൊണ്ട് മനസ്സിനെ നിങ്ങളുടെ കൂടെ നിർത്തിയിട്ട് എനിക്ക് ഇന്ന സാഹചര്യങ്ങളാണ് വേണ്ടത്, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, അതുകൊണ്ട് അതിനുവേണ്ടി എന്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാവുക എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കും. എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇത്തരത്തിലൊരു ചിന്തയുമായിട്ട് തീരുകയാണ്.
മറ്റൊരു വീഡിയോയിൽ കാണാം. എനിക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ശനി ഞായർ നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ പകൽ സമയത്തൊന്നും ചിലപ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ കയറാൻ സാധിക്കാറില്ല. കാരണം ഹീലിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാകുമ്പോൾ ഗ്രൂപ്പിൽ കയറാറില്ല. പക്ഷെ ശനിയും ഞായറും കമ്പൽസറി ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഞാൻ ഡയറക്റ്റ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ ഹീലിംഗും ഉണ്ട്, ഡയറക്റ്റ് ഹീലിംഗും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സ് ഓൾ.